നമസ്കാരം. ഇന്ന് ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്കിലേക്ക് കടക്കാം. ശരിക്കും ഒരു 2 മാസം മുന്നേ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഡേറ്റിൻ്റെ ഒരു 2 ദിവസം മുന്നേ പേഷ്യൻ്റ് പെയിനായിട്ട് വന്നതാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു. ഒരു 6:30 ആയപ്പോഴത്തേക്ക് പെയിനായിട്ടാണ് പേഷ്യൻ്റ് വന്നത്. സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ആദ്യത്തെ നോർമൽ ഡെലിവറി ആയിരുന്നു. പേഷ്യൻ്റ് വയറൊക്കെ കഴുകി നമ്മൾ ഭക്ഷണം കഴിക്കാനും നടക്കാനും ഒക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഞാനൊരു 7:30 ആയപ്പോഴത്തേക്കിന് ഞാൻ ലേബർ റൂമിലെത്തിയപ്പോൾ പേഷ്യൻ്റ് നല്ല പെയിൻ ഉണ്ട്. ഞാൻ പിറ്റോസിന് ഇടാൻ പറഞ്ഞു, അതായത് വേദന കൂട്ടാനുള്ള ഡ്രിപ്പ് ഇടാൻ പറഞ്ഞു. പെയിൻ വരുന്നതുള്ളത് കൊണ്ട് തന്നെ താഴ്ഭാഗത്ത് PV നല്ലതായത് കൊണ്ട് തന്നെയും, അതായത് 2 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വികസനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നാകാൻ വേണ്ടി, രണ്ടാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് പെട്ടെന്നാകാൻ വേണ്ടി ഞാൻ വെള്ളം പൊട്ടിച്ച് വിട്ടു. അപ്പോൾ വെള്ളം പൊട്ടിച്ച് വിട്ടപ്പോഴാണ് ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയത്. അതുവരെ ബേബിയുടെ ഹാർട്ട് ബീറ്റിനൊന്നും വേറെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പെട്ടെന്ന് വെള്ളം പൊട്ടിച്ച് വിട്ടപ്പോൾ വന്ന വെള്ളം ഫുള്ള് ബ്ലഡിൻ്റെ കളറിലാണ് വന്നത്. ഞാൻ ആദ്യം കരുതിയത് നമ്മൾ വെള്ളം പൊട്ടിച്ച് വിട്ട സമയത്ത് താഴെ എങ്ങാനും ഞാൻ PV നോക്കിയപ്പം എന്തെങ്കിലും ട്രോമ എങ്ങാനും ആയിട്ട് അതിൽ നിന്ന് വന്ന ബ്ലഡ് ആകാം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം എല്ലാം ബ്ലഡ് സ്റ്റെയിൻഡ് ആണ്. ബ്ലഡ് സ്റ്റെയിൻഡ് എന്നല്ല, രക്തം വെള്ളത്തിൽ കലർന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലക്കിലി ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോർമലായിരുന്നു. സോ ഇതിനെയാണ് നമ്മൾ അബ്രപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. എനിക്ക് അവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് എനിക്ക് ബേബിയെ പുറത്തെടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ബേബി പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, വെള്ളം പോക്കിയതിന് ശേഷം വെള്ളം നോക്കിയപ്പോൾ അതിനകത്ത് ബ്ലഡാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം മറു സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എമർജൻസി ആയിട്ട് ബേബിയെ ഡെലിവറി ആക്കണം. അതുകൊണ്ട് ഓപ്പറേഷന് സൈൻ ചെയ്ത് തരണം. ഓക്കെ, ഇനിഷ്യലി പക്ഷേ ഹസ്ബൻഡൊക്കെ സൈൻ ചെയ്ത് തന്നു. ഐ വാസ് ഇൻ എ ഹറിബറി. പെട്ടെന്ന് തന്നെ അനസ്തറ്റിസ്റ്റിനെ വിളിച്ചു. വിത്തിൻ 10 മിനിറ്റ്സ് അനസ്തറ്റിസ്റ്റ് എത്തി. ഒരു 12 to 13 മിനിറ്റ്സ് CS കയറ്റിയ പാടെ അനസ്തറ്റിസ്റ്റ് പേഷ്യൻറ്റിനെ കണ്ട് ഞെട്ടി. കാരണം അത്രത്തോളം ബ്ലഡ് പേഷ്യൻ്റെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാറ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. വിത്തിൻ 3 to 5 മിനിറ്റ്സ് ബേബി ഔട്ടായി. ലക്കിലി ബേബിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മറു നോക്കുമ്പോൾ മറുവിൻ്റെ ബാക്കിൽ വലിയൊരു ക്ലോട്ട് ഉണ്ടായിരുന്നു. വന്നുകൊണ്ടിരുന്ന ലൈക്കർ ഫുള്ള് ബ്ലഡ് സ്റ്റെയിൻഡ് ആയിരുന്നു. മറു സെപ്പറേറ്റ് ആയതിനു ശേഷവും യൂട്രസിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്റ്റിച്ചൊക്കെ ഇട്ടതിന് ശേഷമാണ് നമുക്ക് ബ്ലീഡിങ് നിർത്താൻ പറ്റിയത്. എല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റ് വാസ് ഓക്കെ. പേഷ്യൻറ്റിന് ബ്ലഡ് അടയ്ക്കാൻ ഞാൻ പറഞ്ഞു, ബ്ലഡ് വരുത്തിക്കാൻ പറഞ്ഞു, ബ്ലഡ് അടയ്ക്കാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ ലേബർ റൂമിൽ പോയപ്പോൾ ആക്ച്വലി ഞാൻ കേൾക്കുന്ന വാർത്ത ആ പെൺകുട്ടിയുടെ ഉപ്പ സംസാരിച്ച കാര്യമാണ്. അതായത് ആ പെൺകുട്ടിയുടെ ഉപ്പ പറഞ്ഞത്, ഡോക്ടർ വരുന്നവരെ എൻ്റെ മോൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നു, വെള്ളം കുത്തിപ്പൊട്ടിച്ചു, പ്രശ്നമായി. അപ്പോൾ അവർക്ക് ബ്ലീഡിങ് ആയി എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി ഞാൻ വെള്ളം പൊട്ടിച്ചത് കൊണ്ടാണോ അവിടെ അത് വന്നത്? നോ. അബ്രപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, കുഞ്ഞ് പുറത്തായതിന് ശേഷമാണ് യൂട്രസിൽ നിന്നും മറു സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. നേരെ മറിച്ച് അബ്രപ്ഷൻ എന്ന് പറയുന്ന കേസിൽ കുഞ്ഞ് ഉള്ളിലിരിക്കെ തന്നെ ഒന്നുകിൽ ഭാഗികമായി അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായി മറു സെപ്പറേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അബ്രപ്ഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം ആൾക്കാർക്ക് ഉണ്ടാകാം? 100 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് ഈ അബ്രപ്ഷൻ എന്ന് പറയുന്ന കേസ് ഉണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് ആർക്കെങ്കിലും ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്കത് അങ്ങനെ വരുത്തിക്കാനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ആക്ച്വലി ഞാൻ തിരിച്ചന്നൊന്നും പറഞ്ഞില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ അതിനുള്ള മറുപടി അവർക്ക് വരച്ച് കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അബ്രപ്ഷനെ പറ്റിയാണ്. എന്താണ് അബ്രപ്ഷൻ? എന്തുകൊണ്ട് അബ്രപ്ഷൻ ഉണ്ടാകുന്നു? അപ്പോൾ പലർക്കും അവർക്കുണ്ടായിരുന്ന സംശയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് അതുണ്ടായി? ആദ്യത്തെ പ്രസവത്തിൽ ഇല്ലായിരുന്നല്ലോ. ശരിക്കും മെയിനായിട്ട് അബ്രപ്ഷൻ്റെ റീസൺ പറയുന്നത് ഡിഫക്റ്റീവ് പ്ലാസൻറ്റേഷൻ ആണ്. അതായത് പ്ലാസൻ്റ ഉണ്ടായി വരുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം പ്ലാസൻ്റയ്ക്ക് നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വരാനുണ്ടാകുന്ന കാരണം. 2, പ്ലാസൻ്റയിലേക്കുള്ള രക്തഓട്ടം കുറവാണെങ്കിൽ, അമ്മയിൽ നിന്നും പ്ലാസൻ്റയിലേക്കുള്ള രക്തഓട്ടം കുറവാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം അബ്രപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമ്മയ്ക്കുണ്ടാകുന്ന കുറച്ച് അസുഖങ്ങൾ കാരണവും പ്ലാസൻ്റ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വയറിലോ എന്തെങ്കിലും ട്രോമ, അതായത് ഇടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ ബേസിക് കാരണം എന്ന് പറയാം. അമ്മയുടെ അസുഖങ്ങൾ, അതിൽ മെയിനായിട്ട് പറയുന്നത് BP ആണ്. BP കൂടുതലുള്ള അമ്മമാർക്ക്
മറു നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും BP-യുടെ കോംപ്ലിക്കേഷനായ പ്രീഎക്ലാംസിയ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. 2, അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ അബ്രപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ആസ്മ അമ്മയ്ക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്മയിൽ നിന്നും പ്ലാസൻ്റയിലേക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയാനും അത് കാരണം അബ്രപ്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ പറയുന്നത് അമ്മയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളായ ത്രോംബോഫീലിയാസ്. എന്താണ് ത്രോംബോഫീലിയാസ്? അത് 2 രീതിയിൽ വരാം. അമ്മയ്ക്ക് ജന്മനാ കിട്ടുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ശേഷം കിട്ടുന്നതുണ്ട്. ജന്മനാ കിട്ടുന്നത് രണ്ടിനും പ്രശ്നം എന്ന് പറയുന്നത് രക്തക്കുഴലുകൾക്കുള്ളിൽ ചെറിയ ചെറിയ ക്ലോട്ടുകൾ ഉണ്ടാകുക, അത് കാരണം പെട്ടെന്ന് മറു സെപ്പറേറ്റ് ചെയ്ത് പോവുക. അപ്പം അത് കൺജനിറ്റൽ ആവാം, അതായത് ജന്മനാ കിട്ടുന്നതാവാം. അത് പ്രോട്ടീൻ സി, പ്രോട്ടീൻ എസ് ഡെഫിഷ്യൻസി പോലുള്ള കാരണങ്ങളാണ്. അങ്ങനെയുള്ള അമ്മമാർക്ക് നേരത്തെ തന്നെ സ്ട്രോക്ക് പോലത്തെ പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് അത് തിരിച്ച് ലൈഫിൽ വന്നതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന സാധനമാണ് APLA. ഇതിനെപ്പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻസ് വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഒരു APLA ഒരു കാരണമായി ഞാൻ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് എന്താണ് APLA എന്നുള്ളത്. APLA ഉള്ള ആൾക്കാരാണെങ്കിൽ അമ്മമാർക്ക് BP ഉണ്ടാകും, കുട്ടിക്ക് ഗ്രോത്ത് കുറവുണ്ടാകും, അതുപോലെ തന്നെ കുട്ടിക്ക് ചുറ്റും വെള്ളം കുറവായിരിക്കും, അതുപോലെ തന്നെ അബ്രപ്ഷൻ ഉണ്ടാകാനുള്ള കാരണമുണ്ടാകും. അതുപോലെ അമ്മയ്ക്ക് പ്രീവിയസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരുപാട് അബോർഷൻസ് ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടാകും. അപ്പം ഇതൊക്കെ ആണ് ത്രോംബോഫീലിയാസിൽ കാണുന്നത്. പിന്നെ നേരത്തെ വെള്ളം പൊട്ടിപ്പോകുന്നവർ, അതായത് 37 ആഴ്ചയ്ക്ക് മുന്നേ ലീക്കിംഗ് ആയിട്ട് വരുന്ന അമ്മമാർക്ക് അബ്രപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ശരീരത്തിലെ ഒരു കെമിക്കലിൻ്റെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ക്ലോട്ടുകൾ വരാനും അതുപോലെ പ്ലാസൻ്റ പെട്ടെന്ന് സെപ്പറേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ട്രോമ, അതായത് ഇടി. അതിപ്പം ബ്ലണ്ടായിട്ടുള്ള ട്രോമ, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി അമ്മ പോയി വയറടിച്ച് വീണു, അങ്ങനെ വന്നാൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അബ്രപ്ഷനാണ്. അതായത് പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്ത് അവിടെ ക്ലോട്ട്സ് ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. 2, ആംനിയോസെൻറ്റസിസ്, അതായത് നമ്മൾ വെള്ളം കുത്തിയെടുത്ത് കുട്ടിക്ക് ജനിതക വൈകല്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ്, അത് കാരണവും ഇതുപോലെ പ്രശ്നങ്ങൾ വരാം. അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് പറയുന്ന കാരണം എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ, അതായത് കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുകയായിരുന്നു, ആ കുട്ടിയെ നമ്മൾ വയറിലൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ തല താഴേക്കാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറുപിള്ള സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് എല്ലാം അതിന് കാരണങ്ങളാണ്. പിന്നെ അതല്ലാതെ ഇതിന് വേണ്ടിയുള്ള കാരണങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വെള്ളം പൊട്ടിപ്പോവുക, അതായത് നിറയെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, വെള്ളം കൂടുതലുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് വെള്ളം പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാരണം അമ്മ നിന്ന നെപ്പിനെ വെള്ളം പൊട്ടി താഴോട്ട് പോയി, അതിൻ്റെ കൂടെ ബ്ലഡ് പോയി. അങ്ങനെയാണ് യൂഷ്വലി നമ്മളിത് കാണുക. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ബ്ലീഡിങ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ വെള്ളം പൊട്ടി പോകുന്നതിനോടൊപ്പം തന്നെ ഇപ്പം ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു, അതിൽ ഒരു കുട്ടിയുടെ ജനിച്ച് കഴിഞ്ഞു, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി നമ്മൾ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് യൂട്രസ് 2 ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ചുരുങ്ങി 1 ആവുമ്പോൾ അത് ആ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ മറു സെപ്പറേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇതും അബ്രപ്ഷനാണ്. അപ്പോൾ ഇതല്ലാതെ ഉള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അമ്മയ്ക്ക് വയസ്സ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 3 അതിലധികമോ ഉണ്ടാകുന്ന പ്രഗ്നൻസി, 3rd പ്രഗ്നൻസി, 4th പ്രഗ്നൻസി, അങ്ങനത്തെ പ്രഗ്നൻസി ആണെങ്കിൽ, അതുപോലെ നമ്മൾ 3rd മന്തിൽ ഡബിൾ മാർക്കർ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ അമ്മയ്ക്ക് പാപ്പേ എന്ന് പറയുന്ന അതിൻ്റെ അളവ് 0.4 കുറവാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അമ്മയ്ക്ക് കഫീൻ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ, സ്മോക്കിംഗ് അങ്ങനെയുള്ള അഡിക്ഷൻ ഉള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഉണ്ടെങ്കിലും അബ്രപ്ഷൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ യൂട്രസിന് എന്തെങ്കിലും അനോമലി ഉള്ള യൂട്രസ്, അതായത് 2 ഹോണുള്ള യൂട്രസുകൾ, സെപ്റ്റോ ഉള്ള യൂട്രസുകൾ, ബൈക്കോണേറ്റ് യൂട്രസുകൾ, അതുപോലെ തന്നെ യൂട്രസിനുള്ളിലേക്ക് മുഴ വളർന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ അബ്രപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അബ്രപ്ഷൻ വരാം. അപ്പോൾ നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നേരത്തെ? ഇപ്പോൾ പലരും ചോദിക്കുന്നത് സ്കാനിൽ ഇത് കാണാൻ പറ്റില്ലേ? ഇല്ല. ആക്ച്വലി നമുക്ക് ഒരു കാരണങ്ങളാലും, അതായത് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്തിട്ടോ ഒന്നും നമുക്ക് അബ്രപ്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ വരിക? പുറത്തേക്ക് ബ്ലീഡിങ് വരുന്നവരുണ്ട്, പുറത്തേക്ക് ബ്ലീഡിങ് വരാത്തവരുണ്ട്. അത് പല രീതിയിലാണ്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഇത് നമുക്ക് എടുക്കാം. ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പുറമേക്ക് ചെറിയ ബ്ലീഡിങ്ങേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ അമ്മയ്ക്ക് പുറമേക്ക് ബ്ലീഡിങ് ഇല്ല, ഉള്ളിൽ മാത്രമേ ബ്ലീഡിങ് ഉള്ളൂ, പുറമേക്ക് ബ്ലീഡിങ് കാണുന്നില്ല. ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉണ്ട്, പക്ഷെ കുഞ്ഞ് സേഫാണ്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ ആയി കഴിയുമ്പോഴത്തേക്ക്, ഗ്രേഡ് 3 ആയി കഴിയുമ്പോഴത്തേക്കിന് കുട്ടി മരിച്ചു പോകും, അമ്മയുടെ കണ്ടീഷനും മോശമാവും, അമ്മയിൽ നിന്ന് ഒരുപാട് രക്തം പുറമേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് 2 രീതിയിലും വരാം.
ഒന്നുകിൽ പുറമേക്ക് ബ്ലീഡിങ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുറമേക്ക് ബ്ലീഡിങ് വരാതെ ഉള്ളിലേക്ക് മാത്രം ബ്ലീഡിങ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഉള്ളിലേക്കും ബ്ലീഡിങ് ഉണ്ട്, എന്നാൽ പുറമേക്ക് കുറച്ച് കാണുന്ന വ്യക്തികളുമുണ്ട്. അപ്പം ഇത് മൂന്ന് രീതിയിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് എന്തായിരിക്കും ഇഷ്യൂ? ബ്ലീഡിങ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വയറിൽ സാധാരണ വരുന്ന ലേബർ പെയിൻ എന്ന് പറയുന്നത് ഗ്യാപ്പിട്ട് വരും. അതായത് ഒരു പെയിൻ വന്ന് കുറച്ച് നേരം പെയിൻ ഇല്ലാതിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പെയിൻ വരിക. നേരെ മറിച്ച് അബ്രപ്ഷനിൽ വരുന്ന പെയിനിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. ചിലർക്കൊരു ടേറിങ് പെയിൻ, അതായത് വലിച്ചു കീറുന്നത് പോലത്തെ ഒരു വേദനയായിരിക്കും. അതുപോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും, അതിന് ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പേഷ്യൻ്റെ പൾസ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, BP കുറവായിരിക്കും, പേഷ്യൻ്റ് ഭയങ്കര പെയിലായിരിക്കും, കാരണം രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പെയിലായിരിക്കും. ചിലർ ഷോക്കിലോട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട്, BP കൂടുതലായിരിക്കും പേഷ്യൻറ്റിന്. ചില പേഷ്യൻസിന് BP ഹൈ ആണ് എന്നുണ്ടെങ്കിലും ബ്ലീഡിങ് ഇത്രയും ഉണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ നോർമൽ BP ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താഴ്ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടാവും. മിക്കവാറും പേഷ്യൻസ് ഇൻ ലേബർ ആയിരിക്കും, അതായത് പെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് 2 കൈയിലും കാനുല ഇടുക, അമ്മയ്ക്ക് ഫ്ലൂയിഡ് സപ്ലിമെൻറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വിടുക, അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക. പിന്നെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ താഴ്ഭാഗം ഫേവറബിൾ അല്ല, PV അത്ര ഫേവറബിൾ അല്ല, താഴ്ഭാഗത്ത് വികസനം വലുതായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സിസേറിയൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മറുപിള്ള സെപ്പറേറ്റ് ചെയ്ത് വന്നാലും ഭയങ്കരമായി ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മദർ ഒരുപാട് ബ്ലീഡ് ചെയ്ത് മദർ ഷോക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് DIC എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അതായത് എവിടെ നിന്നും ബ്ലീഡിങ് നിൽക്കാൻ പറ്റാത്ത, ശരീരത്തിൽ ബ്ലീഡിങ് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പേഷ്യൻ്റ് കടന്നുപോയി എന്ന് വരാം. അത് വരാതെ അതിനു മുന്നേ അമ്മയെ പെട്ടെന്ന് തന്നെ കുട്ടിയെ പുറത്തെടുത്ത് കുട്ടിയെ രക്ഷിച്ച് അമ്മയെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് നമുക്ക് മുന്നത്തെ നോർമൽ ഡെലിവറി ആണോ മുന്നത്തെ ഇപ്പോഴത്തെ എന്താണ് എന്നൊന്നും നമുക്ക് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് കുട്ടി മരിച്ചു പോയി എന്നാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാക്സിമം നോർമൽ വെജൈനൽ ഡെലിവറിക്ക് നോക്കും. എപ്പോൾ വരെ? അമ്മ സ്റ്റേബിൾ ആയിരിക്കുന്ന കണ്ടീഷൻ വരെ. അപ്പോൾ എത്രയും പെട്ടെന്ന് 2 സൈഡിലും കാനുല ഇടുന്നു, നമ്മൾ ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വിടുന്നു. പലതും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, രക്തത്തിൻ്റെ അളവ്, ഇതൊക്കെ നോക്കാനാണ് വിടുന്നത്. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ബ്ലഡ് കിട്ടുന്നു, ബ്ലഡ് അടയ്ക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ എമർജൻസി സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി ആക്കി പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? കുട്ടി മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, കുട്ടിക്ക് മെക്കോണിയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മഷി കുടിക്കാനുള്ള സാധ്യതയുണ്ട്, കുട്ടി ശ്വാസം മുട്ടൽ കാരണം കുറച്ച് പ്രശ്നങ്ങൾ, ഇറങ്ങി വരുമ്പോൾ കരയാണ്ടിരിക്കുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അമ്മയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ബ്ലീഡിങ് നിൽക്കാതിരിക്കാനും അത് കാരണം അമ്മ ഷോക്കിലേക്കും DIC എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകാനും അമ്മയ്ക്ക് കിഡ്നി ഫെയിലിയർ വരാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇങ്ങനെ അമ്മയും കുഞ്ഞിനെയും ജീവിതത്തിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ ബാധിക്കത്തക്ക രീതിയിൽ ഉണ്ടാകുന്ന ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സിന് അത്രയും എമർജൻസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. എത്രയും എമർജൻസി ആയിട്ട് കുട്ടിയെ പുറത്തെടുത്തിട്ട് അമ്മയെ സേവ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു എന്ന് വരും. അപ്പോൾ ഇതാണ് അബ്രപ്ഷൻ. ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഇത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് സ്കാൻ വഴി ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അപ്പോൾ കാണുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അതനുസരിച്ച് സിറ്റുവേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറ്റുക. നമ്മുടെ എയിം എന്ന് പറയുന്നത് അമ്മയും സ്റ്റേബിൾ ആയിരിക്കണം, കുട്ടിയെ നല്ല രീതിയിൽ പുറത്തെടുക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു എന്ന് വരും. നന്ദി.